പൊരുവയിലെത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ എന്ത് നേടും എന്ന് ചോദിച്ചവരോട് ഇത് കാസർഗോഡിന്റെ സമര പോരാട്ട വിജയത്തിന്റെ ആദ്യ തുടക്കം. പരിപൂർണ വിജയം എന്ന് അവകാശപ്പെടാൻ ഞാനില്ല, പക്ഷേ ആദ്യ വിജയം നമ്മളൊന്ന് തുടങ്ങിയിരിക്കുകയാണ്. സർക്കാരിന്റെ ബജറ്റിൽ 57.3 കോടി രൂപ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന്റെ ജീവന്റെ പോരാട്ട വിജയമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സൈബർ ഇടങ്ങളിൽ ഒരു നുണ കൂടി പ്രചരിക്കുന്നുണ്ട്. കേസ് ഉള്ളത് കൊണ്ടാണ് അവിടെ പണി തുടങ്ങാൻ പറ്റാത്തത്, കേസ് ഉള്ളതിനാലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇവരുടെ ന്യായം. എന്നാൽ എന്താണ് കേസെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? അവര് തന്നെ അവരുടെ വീഡിയോയിൽ കാണിക്കുന്ന ഈ അബ്സ്ട്രാക്റ്റിന്റെ കോപ്പി വളരെ കൃത്യമായി പഠിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. 2022 RR തുളസി കൺസ്ട്രക്ഷൻ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുമ്പോഴും 2025 ഇതേ കമ്പനി രണ്ടാമത്തെ പ്രാവശ്യവും ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായി പോകുമ്പോഴും പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ മക്കളെ. അതായത് ആ കേസ് എന്ന് പറയുന്നത് പണിയെടുത്ത പൈസ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അവർ ആ കേസിലൂടെ പറയുന്നുള്ളത്. അതിനർത്ഥം സർക്കാരിന് 2022 തന്നെ പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും 24 മണിക്കൂർ കൊണ്ട് തീരുമാനമാക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിട്ടും അത് ചെയ്യാതിരുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കേസ് 4 കൊല്ലം നീണ്ടുപോയത്. അപ്പൊ ആരുടെ പിഴവ? നിങ്ങളുടെ പിഴവ്, നിങ്ങളുടെ വീഴ്ച. സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങളല്ലാതെ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് പോലും നിങ്ങൾ പരിഹരിക്കാൻ വൈകിയത് കൊണ്ടാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.